കേരളം പ്രകൃതി സൗന്ദര്യത്തിന്റെ നാട് എന്നാണ് അറിയപ്പെടുന്നത്. പശ്ചിമഘട്ട മലനിരകൾ, സമൃദ്ധമായ വനങ്ങളും അനേകം വന്യജീവികളുടെ ആവാസ കേന്ദ്രങ്ങളുമാണ് നമ്മുടെ അഭിമാനം. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം വളരെ ഗുരുതരമായ രീതിയിൽ വർദ്ധിച്ചു വരികയാണ്. ആന, കടുവ, പുലി, കാട്ടുപന്നി, കുരങ്ങ് തുടങ്ങിയ മൃഗങ്ങൾ കാടിറങ്ങി നാട്ടിലേക്ക് എത്തുന്ന സംഭവങ്ങൾ ഇപ്പോൾ സ്ഥിരം വാർത്തകളായി മാറിയിരിക്കുകയാണ്. വയനാട്, ഇടുക്കി, പാലക്കാട്, പത്തനംതിട്ട എന്നിവിടങ്ങളിലാണ് ഇത്തരം ആക്രമണങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഈ വർഷം തന്നെ 50ഓളം ആളുകൾ വന്യജീവി ആക്രമണത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ജോലി സ്ഥലത്തേക്ക് പോകുന്ന സമയത്താണ് ഒരാൾ ആക്രമിക്കപ്പെട്ടത്. രാത്രിയാകുമ്പോൾ പല ഗ്രാമങ്ങളിലും ആളുകൾ ഭയത്തോടെയാണ് കഴിയുന്നത്. കാട്ടാനകൾ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നു, കാട്ടുപന്നികൾ കൃഷി തകർക്കുന്നു. ചില സ്ഥലങ്ങളിൽ കടുവയും പുലിയും നാട്ടിലിറങ്ങി മനുഷ്യർക്കും വളർത്തുമൃഗങ്ങൾക്കും നേരെ ആക്രമണം നടത്തുന്നു. പല കുടുംബങ്ങളും സ്വന്തം ജീവനേക്കാൾ കൂടുതൽ ഭയപ്പെടുന്നത് അവരുടെ കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചാണ്. സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികൾ പോലും വന്യമൃഗ ഭീഷണിയുള്ള പ്രദേശങ്ങൾ പേടിയോടെയാണ് സഞ്ചരിക്കുന്നത്. ചിലപ്പോഴൊക്കെ വന്യജീവി ആക്രമണങ്ങൾ മനുഷ്യജീവൻ തന്നെ അപഹരിക്കപ്പെടുന്ന ദാരുണ സംഭവങ്ങളിലേക്കും നയിക്കുന്നു. ഒരാൾ മരിക്കുമ്പോൾ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയും ജീവിതവുമാണ് ഇല്ലാതാക്കുന്നത്. പ്രധാനമായും വന്യജീവികൾ നാട്ടിലിറങ്ങുന്നത് വനനശീകരണവും ഉൾക്കാടുകളിൽ ഭക്ഷണവും വെള്ളവും കുറയുന്നതും കാലാവസ്ഥയിലുള്ള വ്യതിയാനവുമാണ്. മനുഷ്യരുടെ അനാസ്ഥയും ഇതിൽ ശ്രദ്ധേയമാണ്. ജനങ്ങൾ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. വനാതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളുടെ ജീവിതം വളരെ ദുസ്സഹമാണ്. കൃഷിനാശം, വീടുകൾക്ക് കേടുപാടുകൾ, രാത്രിയിലെ ഭീതി, കുട്ടികളുടെ സുരക്ഷാ പ്രശ്നങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഒരു കർഷകൻ വർഷം മുഴുവൻ കഷ്ടപ്പെട്ട് വളർത്തിയ വിള ഒരു രാത്രി കൊണ്ട് കാട്ടാനകൾ നശിപ്പിക്കുമ്പോൾ അത് വെറും സാമ്പത്തിക നഷ്ടമല്ല, ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾ തകർന്നു പോകുന്നതാണ്. സൗരവേലികൾ സ്ഥാപിക്കലും ട്രഞ്ചുകൾ നിർമ്മിക്കലും നഷ്ടപരിഹാരം നൽകുന്നതും ഡ്രോൺ നിരീക്ഷണം, വന അതിർത്തിയിലെ സുരക്ഷ ശക്തമാക്കൽ, എന്നാൽ പലപ്പോഴും ഈ നടപടികൾ ശരിയായ രീതിയിൽ ഫലപ്രദമാകുന്നില്ല എന്ന വിമർശനവും ഉയരുന്നുണ്ട്. ഈ പ്രശ്നത്തിന് ദീർഘകാല പരിഹാരം ആവശ്യമാണ്. വന സംരക്ഷണം ശക്തമാക്കലും വനത്തിനുള്ള വെള്ളവും ഭക്ഷണവും ഉറപ്പാക്കുന്നതും സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയുള്ളതും ജനകീയ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതും സമയബന്ധിതമായ നഷ്ടപരിഹാരം നൽകുന്നതും ഇതിൽ ശ്രദ്ധേയമാണ്. വന്യജീവികൾ നമ്മുടെ ശത്രുക്കളല്ല, അവർ അവരുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്നതിലാണ് നാട്ടിലേക്ക് ഇറങ്ങുന്നത്. മനുഷ്യരുടെ ജീവനും സുരക്ഷയും അത്രത്തോളം പ്രധാനമാണ്. അതുകൊണ്ട് ഇവരുടെ നിലനിൽപ്പ് ഉറപ്പാക്കാനുള്ള സമതുലിതമായ സമീപനമാണ് വേണ്ടത്. പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള വികസനം ഒരിക്കലും സ്ഥിരമായ പരിഹാരമല്ല. പ്രകൃതിയെയും മനുഷ്യജീവിതത്തെയും ഒരുപോലെ സംരക്ഷിക്കുന്ന വികസനമാണ് നമുക്ക് ആവശ്യം. വന്യജീവി ആക്രമണങ്ങൾ ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ്. ഇത് വെറും വനം വകുപ്പിന്റെ പ്രശ്നമല്ല, സമൂഹം മുഴുവനും ചേർന്ന് പരിഹരിക്കേണ്ട വിഷയമാണ്. സർക്കാർ, വനം വകുപ്പ്, ശാസ്ത്രജ്ഞർ, ജനങ്ങൾ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിന് സ്ഥിരമായ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയൂ.